നമസ്കാരം. ഷെയ്ൻ നിഗം നിർമ്മാതാക്കൾക്ക് നൽകിയ തലവേദനകളും ലഹരി വിവാദങ്ങളുമൊക്കെ ഉണ്ണി മുകുന്ദനായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ എന്ന് ചോദിച്ചത് അഞ്ജു പാർവതി പ്രതീക്ഷ. ഷെയ്ൻ ഉണ്ണിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വിവാദം ആളിക്കത്തുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം. പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയായിട്ടുള്ള ഭാഗമായിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഷെയ്ൻ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗം നടത്തി ഉണ്ണിയെ ആക്ഷേപിച്ചത് എന്നുള്ളതാണ്. വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമപ്രവർത്തകയായ അഞ്ജു പ്രതീഷ് പങ്കിട്ട ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. ഷെയ്ൻ എന്ന നടൻ നിർമ്മാതാക്കൾക്ക് നൽകിയ തലവേദനകൾ, വാങ്ങിയ സിനിമാ ബാനുകൾ, ലഹരി വിവാദങ്ങൾ, ഇതൊക്കെ ഉണ്ണി മുകുന്ദനായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ എന്നാണ് അഞ്ജു ചോദിക്കുന്നത്. എങ്കിൽ എന്നേ ഉണ്ണി ഈ മലയാള സിനിമാ ഭൂമികയിൽ നിന്നും കെട്ടും കെട്ടി വീട്ടിലിരുന്നേനെ. കാരണം ഉണ്ണിക്കായി വാദിക്കുവാൻ, ഇടപെടലുകൾ നടത്തുവാൻ ഒരു ലോബിയില്ല. പക്ഷേ ഷെയ്ൻ നിഗമോ സിനിമാ മേഖലയിൽ എത്രയൊക്കെ തലവേദന ഉണ്ടാക്കിയിട്ടും അയാൾക്ക് വേണ്ടി നിൽക്കുവാൻ ആരൊക്കെയോ ഉണ്ട് എന്നത് തന്നെ പ്രധാന പോയിൻ്റാണ്. മറിച്ച് ഈ ഒരു ഇൻ്റർവ്യൂ അത് ഉണ്ണി മുകുന്ദനാണ് നടത്തിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാണ് അഞ്ജു ചോദിക്കുന്നത്. അഞ്ജുവിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്. അത് വളരെ ശ്രദ്ധേയമായതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറയുന്നത്. അടുത്തടുത്തായിട്ട് വരുന്ന സിനിമാ വിവാദങ്ങളെക്കുറിച്ചൊന്നും എഴുതണ്ട എന്ന് വിചാരിക്കുകയായിരുന്നു. എങ്കിലും ഒന്നിലും ഉൾപ്പെടാതെ മാറി നിൽക്കുന്ന ചിലരെ വെറുതെ വലിച്ചിഴച്ച് പുകതുപ്പുന്ന ചില സിനിമാ പ്രൊമോഷനുകൾ കണ്ടപ്പോൾ വെറുതെ ഉണ്ണിയുടെ ഈ പഴയ പോസ്റ്റ് വായിച്ചു നോക്കി. മാളികപ്പുറം എന്ന സിനിമ ആ സമയത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒന്നാണ് ഇത് എന്നുള്ളതാണ്. ആദ്യം അവർ അവഗണിക്കും, പിന്നീട് അവർ പരിഹസിക്കും, ശേഷം അവർ യുദ്ധം ചെയ്യും, ഒടുവിൽ നമ്മൾ വിജയിക്കും. ഹൃദയം കൊണ്ട് ചിരിക്കുന്ന ഉണ്ണിയും ഹൃദയം തൊടുന്ന വരികളുമുള്ള ഉണ്ണിയുടെ പഴയ പോസ്റ്റ്. അന്ന് ഈ വരികൾ വായിച്ചപ്പോൾ ഞാൻ പൗലോ കൊയ്ലോയുടെ പ്രശസ്തമായ ഉദ്ധരണിയാണ് ഓർത്തത്. 7 തവണ വീഴുകയും 8 തവണ എഴുന്നേൽക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൻ്റെ രഹസ്യമെന്ന ആ ഉദ്ധരണി. ഉണ്ണിയുടെ കാര്യത്തിൽ ആ ഉദ്ധരണി അക്ഷരം പ്രതി ശരിയുമാണ്. സിനിമ എന്ന തൻ്റെ സ്വപ്നത്തിന് പിന്നാലെ നടന്ന ഒരു സാധാരണക്കാരനായ പയ്യൻ പല വീഴ്ചകൾക്കൊടുവിൽ ആ മേഖലയിൽ തൻ്റെ ആധിപത്യം നട്ടല് നിവർത്തി നിന്നുകൊണ്ട് ഉറപ്പിച്ചതിൻ്റെ പേരാണ് UMF എന്ന പ്രൊഡക്ഷൻ ഹൗസ്. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നതിൻ്റെ ചുരുക്കെഴുത്തിൽ അനാവശ്യമായൊരു ഷെയ്ൻ നിഗം എന്ന പയ്യൻ നടൻ ചേർക്കുന്നത് തീർത്തും നിഷ്കളങ്കമായ, നിർദോഷമായ ഒന്നായി തോന്നുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടെ അഭിനയിച്ച നടിയെ അടുത്തിറങ്ങിയ സിനിമയിലെ നായകനെ വെച്ച് ട്രോളുന്നതൊക്കെ തമാശയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ഉണ്ണി മഹിമ ഫാൻസ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് UMFI അഥവാ ഇംഫി എന്ന് പറയുന്ന തരത്തിലുള്ള ശേഷമുള്ള ഊളച്ചിരിയിലുണ്ട് എല്ലാം. ഒരുവിധം എല്ലാ നടന്മാർക്കും നടികൾക്കും ഫാൻസ് ക്ലബ്ബുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. ഓൾ കേരള ഷെയ്ൻ നിഗം ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ ഏതെങ്കിലും നടൻ്റെ പേരിനൊപ്പം ഫാൻസ് ഇന്ത്യ എന്നുണ്ടോ? അങ്ങനെ ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് ആക്കിയാൽ അങ്ങനെയല്ലേ UMFI അഥവാ ഉംഫി എന്ന് പറയുവാൻ പറ്റൂ? പ്രമോഷൻ തമാശകൾക്കിടയിൽ പെട്ടെന്ന് ഷെയ്ൻ ഇങ്ങനെ പറയുമ്പോൾ അവതാരകയായ പെൺകുട്ടിയുടെ മുഖം മാറുന്നുണ്ട്. ശ്രീ ബാബുരാജും നായികയും മറ്റൊരു നടിയും വല്ലാതെ ആകുന്നുമുണ്ട്. ആ സമയത്തിന് ബാബുരാജാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ ചുരുക്കെഴുത്തിനെ വഴിതിരിച്ചു വിടുവാനൊക്കെ നോക്കുന്നുമുണ്ട്. ഒന്നുകിൽ ഷെയ്ൻ അങ്ങനെ പറഞ്ഞത് സിനിമയ്ക്ക് ഒരു വിവാദം വരുത്തി നെഗറ്റീവ് ഇമേജ് ട്രാക്ക് പിടിച്ചു ഒരു പ്രൊമോഷൻ, അതല്ലെങ്കിൽ അയാൾ പോലും അറിയാതെ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ഉണ്ണി എന്ന നടനുള്ള ഒരു ദേഷ്യം. ഇനി അതുമല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന ഒരുതരം പുക, ഉള്ളിലെ പുക ആണെങ്കിലും പകയാണെങ്കിലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തീർത്തും മൂളത്തരമാണ്. കാരണം ആ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു നടനെക്കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ചോ അവിടെ പരാമർശിക്കേണ്ട ആവശ്യകത ഇല്ലാത്തതിനാൽ തന്നെ പറഞ്ഞ ഊളത്തരം തന്നെയാണ് ഷെയ്ൻ നിഗം. 2 ദിവസം മുമ്പ് ഉമ്മയ്ക്കൊപ്പം പുതിയ കാർ വാങ്ങിയ ഷെയ്ൻ നിഗത്തിനെ കണ്ടപ്പോൾ ഉള്ളിൽ തോന്നിയത് അതിയായ സന്തോഷമായിരുന്നു എന്ന് പറയാം. കഴിവുണ്ടായിട്ടും സിനിമയിൽ ഒന്നുമാവാതെ പോയ അച്ഛൻ്റെ മകൻ ഇപ്പോൾ സിനിമയിൽ സ്വന്തം സ്ഥാനം നേടിയെടുത്തതിൻ്റെ ഒരു വലിയ സന്തോഷം തോന്നി, ഒപ്പം അഭിമാനവും. ഇതിനു മുമ്പ് ഇതേ നടൻ്റെ പേരിൽ വന്ന വിവാദങ്ങൾ, സിനിമാ നിർമ്മാതാക്കളുടെ തുറന്നു പറച്ചിലുകൾ, ലഹരി ഉപയോഗങ്ങൾ, സിനിമയിൽ നിന്നും വന്ന വിലക്കുകൾ, അതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എങ്കിലും ഒരിക്കലും ആ പയ്യനെ വിമർശിക്കുവാനോ കുറ്റം പറയുവാനോ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തേടിയെത്തുന്ന പണവും പ്രശസ്തിയും അത് കാരണം വഴിമാറി നടക്കുന്നവർ പക്വത എത്തുമ്പോൾ നേരെ ആവാറുണ്ട് റിയൽ ലൈഫിലും എന്നതുകൊണ്ട്. വിനീത് ബേസിൽ, ധ്യാൻ, വിശാഖ്, അജു തുടങ്ങിയവരുടെ പല ഇൻ്റർവ്യൂസും ഇത്തരത്തിൽ നമ്മൾ കാണാറുണ്ട്, കണ്ടിട്ടുമുണ്ടല്ലോ. അതിൽ തന്നെ ധ്യാനിൻ്റെ വക ട്രോളുകൾ കാണുമ്പോൾ പ്രേക്ഷകർ കൂടുകൂടെ ചിരിക്കാറുണ്ട്, വല്ലാതെ ചിരിക്കാറുമുണ്ട്. ധ്യാൻ ട്രോളുന്ന ബേസിലും അജുവും ഒക്കെ അവരുടെ ടീമിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ വളരെ വർഷമായി പരസ്പരം ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ളവരാണ്.
അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ആ രീതിയിൽ മാത്രമേ പ്രേക്ഷകരും പലപ്പോഴും കാണാറുള്ളൂ എന്നുള്ളതാണ്. ഇതിനെയും ആ രീതിയിലൊരു ഫണ്ണായിട്ട് കണ്ടുകൂടെ എന്ന് ചോദിച്ചേക്കാം. RDXൻ്റെ നായിക ജയഗണേഷ് നായികയായി മാറിയപ്പോഴുള്ള ചേർച്ചയും ചേർച്ചക്കുറവും ഫണ്ണായിട്ട് പറയുന്നതിനിടയ്ക്ക് ആ ലെറ്റർ I കൊണ്ടുവന്ന് UMFI എന്ന് പറയാതിരുന്നുവെങ്കിൽ അത് വെറും തമാശ തന്നെയായനെ. ഷെയ്ൻ പറഞ്ഞ ആ ഒരു വല്ലാത്ത ഫൺ ചില പ്രത്യേകതരം മനുഷ്യർ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് ഇന്നലെ ഉണ്ണിയിട്ട പോസ്റ്റിൻ്റെ കീഴെ പോയി നോക്കിയാൽ മതി എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. വീഴ്ചകളുടെയും കളിയാക്കലുകളുടെയും വഴിയെ നടന്നൊടുവിൽ സ്റ്റാർഡം നേടിയെടുത്ത ആദ്യത്തെ ആളല്ല ഉണ്ണി മുകുന്ദൻ. പൃഥ്വിരാജും ഫഹദ് ഫാസിലും ഈ ഷെയ്നുമൊക്കെ ആ കല്ലും മുള്ളും നിറഞ്ഞ പാത ചവിട്ടി തന്നെയാണ് മുന്നേറിയത് എന്നുള്ളത് തന്നെ. ദെൻ വൈ ഡസ് ഉണ്ണി മുകുന്ദൻ ഡിസേർവ്സ് എ സ്പെഷ്യൽ മെൻഷൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്. പൃഥ്വിരാജിനും ഫഹദിനും സിനിമ എന്ന ലക്ഷ്യത്തിലെത്താൻ ആരുടെ മുന്നിലും പറയാൻ താരപ്രൗഢിയുള്ള ഒരു മേൽവിലാസവും സുകുമാരൻ അല്ലെങ്കിൽ ഫാസിൽ എന്നിങ്ങനെയുള്ള സർനെയിമുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അബിയുടെ മകൻ എന്ന എക്സ്ട്രാ യോഗ്യത സിനിമായിടങ്ങളിൽ ഷെയ്നും ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു. എന്നാൽ ഉണ്ണി മുകുന്ദനോ ഹൃദയത്തിലേറ്റിയ സിനിമ എന്ന സ്വപ്നവും കുന്നോളം ആത്മവിശ്വാസവും അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയിൽ ഉറഞ്ഞ പിന്തുണയും ഈശ്വരന്മാരിലുള്ള വിശ്വാസവും മാത്രം കൈമുതലുള്ള ഒരു ചെറുപ്പക്കാരൻ. ലോഹിതദാസ് എന്ന മലയാളത്തിൻ്റെ സുഹൃതത്തെ പരിചയപ്പെട്ടെങ്കിലും ആളുടെ അപ്രതീക്ഷിതമായ വേർപാട് നൽകിയ ആഘാതം മലയാള സിനിമാ പ്രവേശനത്തിന് ആദ്യ തടസ്സമായി എന്ന് പറയാം. എങ്കിലും 2011 നന്ദനത്തിൻ്റെ തമിഴ് പതിപ്പിൽ മുരുകൻ സോസാമയുടെ ദൈവികതയുള്ള ചിത്രത്തിൽ നായകനായി അരങ്ങേറിയത് ഒരു നിയോഗമായി കണക്കാക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. മലയാളത്തിൽ മല്ലു സിംഗ് എന്ന സിനിമയിലൂടെ മലയാളികളുടെ മസിൽ അളിയനായെങ്കിലും പിന്നീട് മെയിൻ സ്ട്രീമിലെത്താൻ കാലങ്ങളുടെ കാത്തിരിപ്പ് നേരിടേണ്ടി വന്നു ഈ നടൻ. ഇതിനിടയിൽ വിവാദങ്ങളുണ്ടായി, കുറ്റപ്പെടുത്തലുകളുണ്ടായി, കുത്തിനോവിക്കലുകളുണ്ടായി, കളിയാക്കലുകളുണ്ടായി. സ്വന്തം വിശ്വാസവും രാഷ്ട്രബോധവും ഉറക്കപ്പറഞ്ഞതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തലുണ്ടായി, യുദ്ധപ്രഖ്യാപനങ്ങളുണ്ടായി, മാറ്റി നിർത്തപ്പെട്ടു. നെപ്പോട്ടിസം അരങ്ങുവാഴുന്ന തൊഴുത്തിൽ കുത്ത് കോമൺ ഫാക്ടറായ ഒരു തൊഴിലിടത്തിൽ ഗോഡ്ഫാദറിൻ്റെ അകമ്പടിയില്ലാതെ ആകാരഭംഗിയും ആത്മവിശ്വാസവും ഹാർഡ് വർക്കും കൊണ്ട് മാത്രം അരങ്ങേറ്റം കുറിച്ച ഒരു ചെറുപ്പക്കാരനാണ് ഉണ്ണി മുകുന്ദൻ. മലയാള സിനിമയിൽ തൻ്റേതായിട്ടുള്ള ഒരു മേൽവിലാസം ഉണ്ടാക്കിയ ശേഷം തെലുങ്ക് സിനിമ വരെ എത്തിയ ഉണ്ണി മുകുന്ദൻ എത്തിയതിന് പിന്നിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ സ്വപ്നങ്ങളെ ചേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കയറിപ്പോയത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയാതെ പറഞ്ഞ ഉണ്ണിയും ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയും അത് നിർമ്മിച്ച സിനിമകളും ഒക്കെ സിനിമ സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ശരാശരി യുവാക്കൾക്ക് ഒരു റോൾ മോഡലാക്കേണ്ട സംഗതികൾ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഷെയ്ൻ എന്ന നടൻ നിർമ്മാതാക്കൾക്ക് നൽകിയ വേദനകൾ അല്ലെങ്കിൽ തലവേദനകളും വാങ്ങിയ സിനിമാ ബാനുകളും ലഹരി വിവാദങ്ങളും അത് ഉണ്ണി മുകുന്ദനായിരുന്നുവെങ്കിൽ എന്തായിരുന്നുവെനെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. എങ്കിൽ എന്നേ ഈ ഉണ്ണി എന്ന് പറയപ്പെടുന്ന ഈ മലയാള സിനിമാ ഭൂമിയിൽ നിന്നും ഇദ്ദേഹത്തിനെ കെട്ടുകെട്ടിച്ചേനെ ഇപ്പോൾ വീട്ടിലിരുന്നേനെ. കാരണം ഉണ്ണിക്കായി വാദിക്കുവാൻ, ഇടപെടലുകൾ നടത്തുവാൻ ഒരു ലോബിയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെയാണ് ഷെയ്ൻ നിഗം സിനിമാ മേഖല എത്രയൊക്കെ തലവേദന ഉണ്ടാക്കിയിട്ട് അയാൾക്ക് വേണ്ടി നിൽക്കുവാൻ ആരൊക്കെയോ ഉണ്ട് എന്നത് തന്നെ ഒരു വലിയ ഘടകമാണ്. മറിച്ച് ഈ ഒരു ഇൻ്റർവ്യൂ ഉണ്ണി മുകുന്ദനായിരുന്നു നടത്തിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നടൻ ബാബുരാജും നടി മഹിമ നമ്പ്യാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഷെയ്ൻ്റെ ഈ പരാമർശം. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് എന്ന പേര് അശ്ലീല പദപ്രയോഗമാക്കി പരസ്യമായി ആക്ഷേപിച്ച ഷെയ്ൻ നിഗം ഷെയ്ൻ്റെ ഈ പ്രവൃത്തിയെ നഖശികാന്തം വിമർശിക്കുകയാണ് പ്രേക്ഷകർ എന്ന് പറയപ്പെടുന്നത്. ഒരേ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ സ്വന്തം പടത്തിൻ്റെ പ്രൊമോഷൻ സമയത്ത് ആ പ്രൊമോഷൻ വേദിയിൽ കയറിയിരുന്ന് ആക്ഷേപിക്കുന്നതിലെ അപാകത പോലും തിരിച്ചറിയാനുള്ള ബോധം ഇയാൾക്കില്ലേ, ഈ പയ്യനില്ലേ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. മരണപ്പെട്ട സ്വന്തം പിതാവ് അബിയുടെ പേര് കളഞ്ഞു കുളിക്കുകയാണ് ഷെയ്ൻ എന്നുവരെ വിമർശനം ശക്തമാകുന്നുണ്ട്. മരിച്ചവരുടെ പേര് പോലും കളയാതിരിക്കട്ടെ, നല്ല മകനെന്ന ഖ്യാതി നേടിയെടുക്കുവാൻ ശ്രമിക്കൂ ഷെയ്ൻ.